എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വീട്ടിലെ ആരാധനകളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞത്. വീട്ടിൽ ഗണപതി ഹോമം ചെയ്യുന്നു, വീട്ടിൽ ഭഗവത് സേവ ചെയ്യുന്നു, വീട്ടിലെ നിലവിളക്കിൻ്റെ പ്രാധാന്യം എന്താണ്. ഇതുപോലെ പ്രാധാന്യമുള്ളൊരു വിശേഷപ്പെട്ട വസ്തു അല്ലെങ്കിൽ ഒരു ചൈതന്യം നമ്മുടെ ഒക്കെ വീടുകളിൽ, അതിപ്പോൾ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ഇത് ഉള്ള ഒരു വീടിനാണ് പൂർണ്ണ തോതിൽ ഐശ്വര്യമുണ്ട് എന്ന് നമ്മൾ പറയാറുള്ളൂ. അതുകൊണ്ട് സാധിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വസ്തു അല്ലെങ്കിൽ ഈ വിശേഷപ്പെട്ട ചൈതന്യത്തെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ സംരക്ഷിക്കണം എന്നും നമ്മുടെ ധർമ്മം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നിനെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത്, ഏറ്റവും വിശേഷപ്പെട്ട ഗോവിന്ദ ചരണപ്രിയെ എന്ന് വിളിക്കപ്പെടുന്ന സാക്ഷാൽ തുളസീ ദേവിയെക്കുറിച്ചാണ് ഈ സംസാരിച്ചത്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് തുളസിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ്. ആരാണ് തുളസി യഥാർത്ഥത്തിൽ? ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഗോപസ്ത്രീകൾ, ഭഗവാനെ കാണാനായിട്ട് വൃന്ദാവനത്തിലൂടെ ഭഗവാന്റെ സാന്നിധ്യം കിട്ടാനായിട്ട് പാട്ടുപാടി നടക്കുന്ന ഒരു ഭാഗം ശ്രീമദ് ഭാഗവത്തിലുണ്ട്. രാസക്രീഡ നടക്കുന്ന സമയത്ത് ഗോപസ്ത്രീകൾക്ക് ഞങ്ങളാണ് ഏറ്റവും വലിയ ഭക്തർ, അല്ലെങ്കിൽ എൻ്റെ ഈ സൗന്ദര്യത്തിൽ, എൻ്റെ ഈ ഭംഗിയിൽ കൃഷ്ണനിതാ അഭിരമിച്ചിരിക്കണു എന്നൊരു ചിന്ത ഉണ്ടായി. ആ സമയത്ത് ഭഗവാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു പോയി എന്നാണ്. ഈ ഞാൻ എന്നുള്ള ചിന്ത എവിടെയൊക്കെ ഉണ്ടായോ അവിടെ ഒന്നും ഭഗവാൻ നിൽക്കാറില്ലല്ലോ. അങ്ങനെ ഭഗവാൻ അന്തർധാനം ചെയ്തു പോയ സമയത്ത് ഈ ഗോപസ്ത്രീകൾ വൃന്ദാവനത്തിൽ മുഴുവൻ നടന്ന് ഭഗവാനെ തേടുന്നൊരു രംഗം ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ച ശബ്ദം വൃന്ദാവനം എന്നാണ്. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ തന്നെ തുളസി ചെടികൾ കാട് പോലെ വളർന്നു നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയധികം തുളസിയുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ഭഗവാൻ എവിടെ പോയി എന്ന് ആദ്യം ഗോപസ്ത്രീകൾ ചോദിക്കുന്നത് തുളസി ചെടിയോടാണ്. കച്ചി തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയെ എന്നാണ് വിളിച്ചത്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എപ്പോഴും കിടക്കുന്ന ആളാത്രേ സാക്ഷാൽ തുളസി. അതുകൊണ്ട് തന്നെ ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യമാണ് തുളസി ആരാധിക്കുന്നത്. യഥാർത്ഥത്തിൽ തുളസി മഹാലക്ഷ്മി ചൈതന്യമായിട്ടാണ് പൊതുവിൽ ആരാധിച്ചു പോരുന്നത്. നമ്മുടെ കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ, കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമ്മൾ പരിശോധിച്ചാൽ വളരെ എളുപ്പമാണ്. നല്ലൊരു തുളസിത്തറ അല്ലെങ്കിൽ ഒരു തുളസി ചെടിയെ പരിപാലിക്കുന്നതിലൂടെ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. എങ്ങനെയാണ് ഭഗവതിക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടായത്? ഒരിക്കൽ വൈകുണ്ഠത്തിൽ നിന്ന് ഒരു ശാപം കിട്ടി ഭൂമിയിൽ പോയി ജനിക്കുന്നു മഹാലക്ഷ്മി. അപ്പോൾ ഭഗവതി എടുത്ത അവതാരമാണത്രേ ഈ തുളസി എന്ന് പറയുന്ന അവതാരം. ഇപ്പം ശംഖുചൂടൻ എന്ന് പറയുന്ന ഒരു അസുരനാണത്രേ ആ സമയത്ത് ദേവിയെ വിവാഹം കഴിക്കാനായിട്ട് ശ്രമിച്ചത്. അവൻ്റെ പാതിവൃത്യം നശിച്ചാൽ മാത്രമേ അവനെ വധിക്കാൻ സാധിക്കൂ എന്നൊരു വരം ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങിയിരുന്നു. അതുകൊണ്ട് ഭഗവാൻ നാരായണൻ തന്നെ ഈ അസുരൻ്റെ വേഷത്തിൽ ഭഗവതിയുടെ അടുത്തേക്ക് പോവുകയും ഭഗവതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ്. അങ്ങനെ ദേവിയുടെ പാതിവൃത്യം നശിപ്പിച്ചപ്പോൾ അത്രേ ഈ അസുരനെ വധിക്കാൻ സാധിച്ചത്. ആ സമയത്ത് ഭഗവതിക്ക് ഭഗവാനോട് അതിയായിട്ടുള്ള സ്നേഹം ഉണ്ടാവുകയും ഭഗവതിയുടെ ആ പൂർവ്വജന്മത്തിൻ്റെ സുഹൃതം, അതിൻ്റെ ആ ഒരു സ്മൃതി ആ ഭഗവതിക്ക് തോന്നുകയും താൻ യഥാർത്ഥത്തിൽ മഹാലക്ഷ്മിയാണെന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് ദേവി പോയി എന്നുമാണ്. ആ സമയത്ത് ദേവി ശരീരം ഉപയോഗിച്ചപ്പോൾ ആ ശരീരത്തിൽ നിന്നുണ്ടായതാണ് തുളസി എന്നാണ് പറയുക. ആ ശരീരത്തിൽ നിന്നുണ്ടായ തുളസിയിൽ ദേവിയുടെ സദാസമയത്തുള്ള സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുളസിയെ മഹാലക്ഷ്മിയായി കണ്ടാണ് എപ്പോഴും നമ്മൾ ആരാധിക്കാറുള്ളത്. ഒരു ദിവസം തുടങ്ങാൻ ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ട് പറയുന്നത് രാവിലെ ദേഹശുദ്ധിക്ക് ശേഷം തുളസി ചെടിക്ക് വേണ്ട വെള്ളം കൊടുത്തുകൊണ്ട് ഒരു ദിവസം നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ശ്രേയസ്കരമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. ഇന്ന് നമ്മളൊക്കെ എപ്പോഴും വിഷമിക്കുന്ന ഈ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാവാൻ ഒരു പരിധി വരെ തുളസിയെ മാത്രം വേണ്ട തരത്തിൽ പരിചരിച്ചാൽ മതി എന്നുമാണ് മഹാത്മാക്കളുടെ വാക്യം. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു തുളസി ചെടിയെങ്കിലും, തുളസി തറയൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഒരു തുളസി ചെടിയെങ്കിലും പരിപാലിക്കുക എന്നുള്ളത് സനാതനധർമ്മത്തിൻ്റെ കാതലായിട്ടുള്ളൊരു വിശ്വാസമാണ്. അത് ഏത് സാഹചര്യത്തിലും നമ്മൾ എവിടെ പോയിരുന്നാലും
തുളസി എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട ചെടിക്ക് എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയിലും വളരാനുള്ള ശേഷിയുണ്ട്, അതിനെ നന്നായിട്ട് പരിപാലിച്ചാൽ മാത്രം. അതുകൊണ്ട് എവിടെ ആണെങ്കിലും നമുക്ക് നമ്മുടെ സംസ്കൃതിയെ മുറുകെ പിടിക്കാൻ സാധിക്കുന്ന അടയാളങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്നാണ് ഒരു തുളസി ചെടിയെ വേണ്ട തരത്തിൽ പരിപാലിക്കുക എന്നുള്ളത്. അത് നിരവധിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ കൂടിയുള്ള ഒരു വൃക്ഷമാണ്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള ഔഷധമൂല്യം തുളസിക്കുണ്ട്. പലപ്പോഴും പല ദിവ്യൌഷധങ്ങളിലും തുളസിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പോലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പലതരത്തിലുള്ള അണുനാശിനികളിൽ ആൻറ്റിസെപ്റ്റിക്കായിട്ടും ആൻറ്റിബയോട്ടിക്കായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ തുളസിയിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കൾ ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്നതാണ്. എന്നാൽ അതിന് യഥാർത്ഥത്തിലുള്ള മഹത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ഭഗവാന്റെ കാൽപാദങ്ങളെയാണോ നമ്മൾ നിരന്തരം ആശ്രയിക്കുന്നത്, ആ കാൽപാദങ്ങളിൽ നിരന്തരം സ്ഥാനം കിട്ടിയിട്ടുള്ള ഒരാളാണ് തുളസി. തുളസി ഇല്ലാത്ത ഒരു വൈഷ്ണവ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. എങ്ങനെയാണോ മഹാദേവൻ ഈ വില്വപത്രം, കൂവളം എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട ഇലയെ കാണുന്നത്, അതുപോലെ സാക്ഷാൽ നാരായണൻ കാണുന്ന ഒരു വസ്തുവാണ് തുളസി ഇല എന്ന്. ആ 2 തുളസി ഇല മാത്രം കൊടുത്താൽ തന്നെ ഭഗവാൻ സന്തോഷിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ആ തുളസിച്ചെടിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ തുളസിയുടെ പരിപാവനമായിട്ടുള്ള വളർച്ചയ്ക്ക് നമ്മളാലാവുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.